ഇന്നത്തെ സെക്ടർ ഡേറ്റ് നോക്കാം ആദ്യം. സോ ഇന്നത്തെ പോസിറ്റീവ് സെക്ടർ പി എസ് യു ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, ബാങ്ക് നിഫ്റ്റി. സോ ഈ മൂന്ന് സെക്ടറാണ് ഇന്നത്തെ ടോപ്പ് ത്രീ ലീഡിംഗ് സെക്ടർ. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ക്ലിയർലി സൈഡ് വേസ് മൂവ് ആയിരുന്നു നിഫ്റ്റി. സോ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. 0.05% പോസിറ്റീവ് ക്ലോസിംഗ്. 24,636 നിഫ്റ്റി കറന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സ് എസ് ബി ഐയിൽ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. ബാക്കി സ്റ്റോക്കുകളൊന്നും തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ട്രോങ് മൂവ് ആയിരുന്നു. 1055 ബ്രേക്ക് ചെയ്തു. എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു റീടെസ്റ്റ് നല്ലൊരു ബൗൺസ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. സോ മറ്റേ സ്റ്റോക്കുകൾ പറഞ്ഞത് ടാറ്റ പവർ, കൊട്ടാക് ബാങ്ക്, HDFC ലൈഫ്, CG പവർ. സോ ഈ സ്റ്റോക്കുകളെല്ലാം ഒരു സൈഡ് വേസ് മൊമെന്റം ആയിരുന്നു, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. നാളത്തെ സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം. MSCD ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ആസ് ഓഫ് നോ. കമ്പനി വിത്ത് നോ ഡെപ്റ്റ്, സീറോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. പ്രൈസ് ക്രോസ് ഓവർ SMA പ്രൈസ് ക്രോസിംഗ് ഓവർ SMA 20 ടുഡേ. സ്ട്രോങ് മൊമെന്റം ആണ് ഈ ഒരു സ്റ്റോക്കിൽ. ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്, മൂന്ന് മൂവിംഗ് ആവറേജിനും എബോവ് ആണ് പ്രൈസ് ആസ് ഓഫ് നോ. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണ് 1 വീക്ക് ആൻഡ് 1 മന്ത്. സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, ഹൈ വോളിയം ഹൈ ഗെയിൻ ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. ടോപ്പ് ഗെയിനർ വോളിയം ഷോക്കറിലും അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. ഡ്യൂറബിലിറ്റി ഹൈ സ്കോർ ആണ്. വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ ആണ്. മൊമെന്റം എബോവ് ആവറേജ് ആണ്. സോ മൊമെന്റം സ്കോർ ഇംപ്രൂവ് ആവുന്നുണ്ട്. സ്റ്റോക്കിന്റെ പേര് റൈറ്റ്സ് ലിമിറ്റഡ്. സോ റൈറ്റ്സ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കോർപ്പറേഷൻ ആണ്. സ്പെഷ്യലി ഇൻ ദ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. സോ റെയിൽവേ ആയിട്ട് കണക്റ്റഡ് ആയ സ്റ്റോക്കാണ് റൈറ്റ്സ് ലിമിറ്റഡ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 231.38, 2.4 മില്യൺ ഓളിയം ഈ ഒരു സ്റ്റോക്കിലുണ്ട്. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് ഇപ്പോൾ RITES റൈറ്റ്സ് ലിമിറ്റഡ് ഡെയിലി ചാർട്ട് സ്ട്രോങ് മൂവ് ആയിരുന്നു എന്ന്. സോ റൈറ്റ്സിന്റെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പാറ്റേൺസ് ആണ് നമുക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട്, ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് കിട്ടുന്നത്. ലോങ് ടൈം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 2025, 2025 സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. ബ്രേക്ക് ഔട്ടിന് ശേഷം എക്സാക്ട്ലി ഒരു ബൗൺസ് ആണ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. സോ നല്ലൊരു റീടെസ്റ്റ് എടുത്ത് അതിന് അബവ് തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിംഗ് ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 231. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇതിനൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 216 ആണ്. 216 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും നമ്മുടെ SL വരുന്നത്. രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം, 245 ആൻഡ് 255. സോ 245 ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ്, 255 മീഡിയം ടേം ടാർഗറ്റ് ആയിരിക്കും. സോ സ്റ്റോക്കിന്റെ പേര് വൺസ് അഗൈൻ റൈറ്റ്സ് ലിമിറ്റഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തെ ഇൻട്രാഡേ പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻട്രാഡേ പിക്സിൽ ആദ്യം കോൾ ഇന്ത്യ ആണ്. കോൾ ഇന്ത്യ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഒരു റേഞ്ചിൽ, എക്സാക്ട്ലി ഒരു റേഞ്ച് ബൗണ്ട് മൂവ് ആണ് കോൾ ഇന്ത്യയിൽ. സോ 416 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ. 416 ബ്രേക്ക് ചെയ്ത 4 പോയിന്റ്സിന്റെ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 410. സോ 410 ആയിരിക്കും ഇതിന്റെ ഷോർട്ട് സെൽ ലെവൽ. ടാർഗറ്റ് സെയിം തന്നെ, 4 പോയിന്റ്സിന്റെ ടാർഗറ്റ്. കല്യാൺ ജ്വല്ലേഴ്സ്. സോ കല്യാൺ ജ്വല്ലേഴ്സ് റീസെന്റ് നല്ലൊരു അപ് ട്രെൻഡിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. സോ ഇന്ന് പോസിറ്റീവ് ക്ലോസ് ആണ്. 600 ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാം. 600 എബോവ്, 600.5. സോ 6 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 577. ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ 577 ആയിരിക്കും ഇതിന്റെ സെല്ലിംഗ് ലെവൽ. ഇന്ത്യൻ ബാങ്ക്. സോ PSU ബാങ്ക് എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ ഇന്ത്യൻ ബാങ്കിൽ സ്ട്രോങ് മൂവ് ആയിരുന്നു. സോ ഇന്ത്യൻ ബാങ്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 23 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്.
വോളിയം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ബൈയിങ് വോളിയം കാണാൻ സാധിക്കും ലാസ്റ്റ് ഫ്യൂ ക്യാൻഡിൽസിൽ. സോ 880 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ, 880.2. ടാർഗറ്റ് ആയിട്ട് 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 867. ഇൻ കേസ് ഒരു സെല്ലിംഗ് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 867 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. 860 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. മാരിക്കോ ആണ് അടുത്ത്. മാരിക്കോ ലിമിറ്റഡ്. മാരിക്കോയിൽ 865 ബൈയിങ് ലെവലാണ്. 865 ബ്രേക്ക് ചെയ്താൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് ആയിട്ട് 7 പോയിന്റ്സ്. ഷോർട്ടിംഗ് ലെവൽ 856 ആണ്. ടാർഗറ്റ് ചെയ്യുന്നതിന് 7 പോയിന്റ്സിന്റെ ടാർഗറ്റ്. യുണോ മിൻഡ. സോ യുണോ മിൻഡ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് സ്ട്രോങ് മൊമെന്റം ആണ് സ്റ്റോക്കിൽ. സോ ക്ലിയർലി അപ് ട്രെൻഡ് ആണ്. ലാസ്റ്റ് 2 ഡേയ്സ് ഒരു റേഞ്ചിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ 1271 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. 1271 ബ്രേക്ക് ചെയ്താൽ 10 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 1258 ആണ്. 1258 ബ്രേക്ക് ചെയ്താൽ 1248 വരെ ടാർഗറ്റ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.